രണ്ടാം കർഷക പ്രക്ഷോഭത്തിനായി കർഷകർ ഡൽഹിയിലേക്കുള്ള യാത്ര തുടരുന്നു. കർഷകരെ ചെറുക്കാൻ അതിർത്തികളിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ബാരിക്കേഡുകൾ തകർക്കാൻ പ്രത്യേകം സജ്ജമാക്കിയ ബുൾഡോസറുമായി ഗുർദാസ്പൂരിലെ കർഷകർ പ്രക്ഷോഭത്തിൽ അണിചേർന്നിട്ടുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്നും ജിന്ദ് കുരുക്ഷേത്ര മേഖലയിൽ നിന്നും കർഷകർ മാർച്ച് തുടരും. ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ ഇന്നലെ രാത്രിയും സംഘർഷമുണ്ടായി. അർജുൻ പീതാംബരൻ സിംഘു അതിർത്തിയിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് കർഷക സമരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചവർ യാത്ര തുടർന്നോ? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് എങ്ങനെയുണ്ട്? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? മോത്തി, ഇന്ന് പുലർച്ചെയും ശംഭു അതിർത്തിയിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. ടിയർ ഗ്യാസ് ഉൾപ്പെടെ റബ്ബർ ബുള്ളറ്റ് ഉൾപ്പെടെ കർഷകർക്കെതിരെ പോലീസ് പ്രയോഗിച്ചു. പക്ഷേ ഇന്ന് ഉച്ചയോടെയായിരിക്കും അവർ അവിടെ നിന്നും ശംഭു അതുപോലെ തന്നെ മറ്റിടങ്ങൾ ഈ കുരുക്ഷേത്രയും ജിന്ദ് പോലുള്ള ഇടങ്ങളിൽ നിന്നും മാർച്ച് തുടങ്ങുക. പ്രത്യേകിച്ചും സിംഘു അതിർത്തിയിലേക്ക് ഒരുപാട് ദൂരം പിന്നിടാനുണ്ട്. ആ ദൂരത്തിനിടയിലെല്ലാം തന്നെ ഒരുപാട് തടസ്സങ്ങൾ പിന്നിട്ട് വേണം അവർക്ക് വരാൻ. പ്രത്യേകിച്ചും ഈ അംബാല അതുപോലെ തന്നെ കുരുക്ഷേത്ര, കർണാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഒരു സുരക്ഷാ കവചം തന്നെയാണ് പോലീസ് തീർത്തിരിക്കുന്നത്. അതെല്ലാം പിന്നിട്ട് ഇവിടെ സിംഘുവിലേക്ക് എത്തുകയാണെങ്കിൽ പോലും ദൃശ്യങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഏത് രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ കോൺക്രീറ്റ് മതിലുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ ഈ സിമന്റുകളെല്ലാം ഒഴിച്ച് ഒരു കോൺക്രീറ്റ് മതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനു പുറകിലായിട്ട് വലിയ രീതിയിൽ മീറ്ററുകളോളം ദൂരത്തിൽ ബാരിക്കേഡുകൾ, പോലീസിന്റെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുള്ളുവേലികളെല്ലാം തന്നെ ഉണ്ട്. ഇന്നലെ കൂടുതലായിട്ടും പോലീസിന്റെ ഒരു വിന്യാസമായിരുന്നു ഈ മേഖലകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ RAFന്റെ വലിയ ഒരു സുരക്ഷാ സന്നാഹമാണ് നിലവിൽ ഈ സിംഘു അതിർത്തിയിൽ ഇപ്പോഴുള്ളത്. അതായത് എന്തിനും സജ്ജമായിട്ട് തന്നെയാണ് ഇപ്പോൾ RAFന്റെ ആ ഒരു വിന്യാസം, ആ ഒരു സുരക്ഷാ സന്നാഹം തന്നെ ഈ പ്രദേശത്ത് നിലവിൽ ഉള്ളത്. ഇനി പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ പോലും വലിയ രീതിയിൽ കണ്ടെയ്നറുകൾ ഉൾപ്പെടെയിട്ട് വലിയ ടോറസ് ലോറികളെല്ലാം തന്നെ ഇട്ട് വഴി പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നു. ഈ ഡൽഹി ഹരിയാന പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ സിംഘു എന്ന് പറയുന്നത്. അവിടെ ബോർഡിലെല്ലാം തന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും വെൽക്കം ടു ഹരിയാന എന്നുള്ളൊരു കാര്യം. അതായത് ഡൽഹി കഴിഞ്ഞ് അല്ലെങ്കിൽ ഡൽഹി അവസാനിച്ച് ഹരിയാനയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ഇത്. ഗതാഗതം ഈ പ്രദേശത്ത് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു. ഒരു വാഹനത്തെ പോലും കടത്തിവിടുന്നില്ല. പൂർണ്ണമായിട്ടും ഒരു സംസ്ഥാന അതിർത്തി എന്നുള്ളതിലുപരി ഇന്ത്യ ചൈന അതിർത്തിയോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല പൊതുജനത്തെ, ജനജീവിതത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സർക്കാരുകൾ. കാരണം ഒരു തരത്തിലും ആളുകളെ ഡൽഹിയിലേക്കോ ഹരിയാനയിലേക്കോ ഇപ്പോൾ പോകാൻ അനുവദിക്കുന്നില്ല. ഇന്നലെ മുതൽ തുടങ്ങിയാണ് ഈ ഗതാഗത നിരോധനം എന്ന് പറയുന്നത്. ആളുകൾ കിലോമീറ്ററുകളോളം തന്നെ ഈ സാധനങ്ങളും അതുപോലെ തന്നെ മറ്റു കുട്ടികളും ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അവരെയെല്ലാം എടുത്ത് കിലോമീറ്ററുകളോളം നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിൽ ജനജീവിതം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഈ സിംഘു അതിർത്തിയിലുള്ളത്. ഈ ഡൽഹിയെ മറ്റ് സംസ്ഥാനങ്ങളുമായി വേർതിരിക്കുന്ന 4 അതിർത്തികളിൽ ഏറ്റവും കർശനമായിട്ടുള്ള സുരക്ഷയുള്ളത് ഈ കർഷകർ നേരിട്ട് എത്തുന്ന, അതായത് ഈ പഞ്ചാബിൽ നിന്നും മാർച്ച് ചെയ്ത് എത്തുന്ന കർഷകരുണ്ട്. അവരാണ് ഇപ്പോൾ ശംഭു അതിർത്തിയിൽ പോലീസാൽ തടയപ്പെട്ടിരിക്കുന്നത്. സംഘർഷം തുടരെ ഉണ്ടാകുന്നു. അവരോടൊപ്പം തന്നെ ഹരിയാനയിലെ കർഷകർ ചേരും. ഗുർദാസ്പൂരിലെ കർഷകരാണ് ഇപ്പോൾ ബാരിക്കേഡുകൾ, അതായത് ഡൽഹി അതിർത്തിയിലെ ബാരിക്കേഡുകൾ തകർക്കാൻ ബുൾഡോസറുകളുമായി ഇറങ്ങിയിരിക്കുന്നു. അവരോടൊപ്പം തന്നെ കുരുക്ഷേത്രയിലെയും ജിന്ദിലെയും കർണാലിലെയും എല്ലാം കർഷകർ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇറങ്ങും. അവരെല്ലാവരും എത്താൻ പോകുന്നത് ഈ സിംഘു അതിർത്തിയിലേക്കായിരിക്കും. അതുകൊണ്ടാണ് മറ്റ് അതിർത്തികളെക്കാൾ കൂടുതൽ ഈ സിംഘു അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ പോലും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ വച്ച് ഒരു രാജ്യ അതിർത്തി പോലെ കെട്ടി അടച്ചിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. മറ്റ് അതിർത്തികൾ, ഗാസിപൂർ അതിർത്തിയാണെങ്കിൽ ഉത്തർപ്രദേശുമായി ഡൽഹിയുടെ അതിർത്തി പങ്കിടുന്ന ഇടമാണ്. അവിടെ ഗതാഗതം സാധ്യമാണ്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സാധിക്കും. ടിക്രി അതിർത്തി ആയാലും അതുപോലെ തന്നെ ഈ ഡൽഹി ഹരിയാന മറ്റ് അതിർത്തികളിൽ ഇത്രത്തോളം ഒരു സുരക്ഷ ഇല്ല. കാരണം നേരിട്ട് ഈ കർഷകർ നേരിട്ട് എത്തുന്നത് സിംഘു അതിർത്തിയിലേക്കായിരിക്കും. പക്ഷേ